പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, പിൻകഴുത്തിൻ്റെ വേദന, തലയിലെ ഹിഡിനെസ്, ഭാരം, കണ്ണിന് കാഴ്ചക്കുറവ്, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, അവിടെ എല്ലാം നിങ്ങൾ രോഗങ്ങളുള്ളവർ ഇപ്പോൾ കൈവച്ചുകൊണ്ട് ശ്രുതിയുടെ ഹല്ലേലൂയ. നല്ലനായ ഈശോ, ഒന്നും സാധ്യമില്ലാത്തവനെ ഈശോ, എല്ലാ സത്യമായവനെ ഈശോ, നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ കൈവച്ചിരിക്കുന്ന രോഗങ്ങളെ സാക്ഷ്യം പറയാൻ സാധിക്കുന്ന വിധത്തിൽ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ട. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിത രംഗങ്ങൾ ഓരോന്നായി ഈശോൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾക്കറിയാം, ഉടമ്പടിയും കൃപാസനവും ഒക്കെ അതിൻ്റെ കാരിസം തന്നെ എന്താ? ആദ്യകാലം മുതൽ ഇപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തപ്പോൾ നമുക്ക് ക്ലെയിമായെന്നാണ്. പക്ഷേ ഇതൊക്കെ മുമ്പ് ഇവിടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് കൂടിയെന്നേ ഉള്ളൂ. ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ കൂടി ഉടമ്പടി ആയപ്പോഴും. വസ്തു വിൽപ്പന, വസ്തു വാങ്ങിക്കുക, പ്രമോഷൻ, ട്രാൻസ്ഫർ, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, കേസ്, സ്ഥലമളവ്, കോടതി, യാത്ര, വിസ, പെർമനൻ്റ് വിസ, എമിഗ്രേഷൻ, പലതരത്തിലുള്ള സാങ്കേതിക രേഖാമൂലമുള്ള കുരുക്കുകൾ, വിദേശ രാജ്യത്ത് അകപ്പെട്ടു പോയവർ, വരാൻ നിർവാഹമില്ലാത്തവർ, അങ്ങനെ എത്രയോ പേരെയാ അമ്മ ഉടമ്പടിയിലൂടെ കണ്ണുനീരൊപ്പി പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരണത്. അതുപോലെ നിങ്ങളും വരും. നിങ്ങൾ പറയണം, അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറിൽ എനിക്കും കയറി സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളും പറയണം, എവിടെയെല്ലാം ആയാലും ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും, ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ദൈവത്തെ വിട്ടു നിൽക്കത്തില്ല, തിന്മയിലേക്ക് പോകത്തുമില്ല എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ട പിന്നീട് ഒരിക്കലും തിന്മയിലേക്ക് വീഴത്തില്ല. യേശുവിൻ്റെ മകനായി, യേശുവിൻ്റെ മകളായി ജീവിച്ചു കൊള്ളാം. എൻ്റെ കർത്താവേ, ഞങ്ങൾ മക്കൾ ഒരേ മനസ്സോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകൾ, വരുമാന മേഖലകൾ, സാമ്പത്തിക കടങ്ങൾ, തൊഴിൽ മേഖലകൾ, ഞങ്ങളുടെ വിദ്യാഭ്യാസ രംഗങ്ങൾ, സാങ്കേതിക രേഖകളുടെ രംഗങ്ങൾ, പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, യാത്രകൾ, ദൈവ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള ഉയർത്തിയിട്ടുള്ള ഓരോ വിഷയങ്ങളുടെ മേലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ യേശുവിൻ്റെ ശക്തി ഒരുക്കട്ടെ. പുതിയ വരുമാന മാർഗങ്ങൾ, പുതിയ സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കുന്നുള്ള പുതിയ വരുമാന മാർഗങ്ങൾ, പുതിയ വഴികൾ ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കട്ടെ. യാത്രയുടെ തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സന്താനങ്ങൾ, മക്കൾ ഇല്ലാത്തവർ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടു പോയവർ, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ, ദൈവമേ, കണ്ണീരോട് ഉടമ്പടി ചെയ്ത ഓരോ വിഷയങ്ങളുടെ മേൽ മാർഗരോഗങ്ങൾ, തീരവേദനകൾ, ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോടേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ.
അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ അടിസ്ഥാന വാഗ്ദാനങ്ങൾ ഒന്നാണ് നിൻ്റെ സന്തതികൾ മൂലം ലോകത്തിലെ എല്ലാ സന്തതികളും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഉൽപ്പത്തി 33:18 വായിക്കുന്ന വലിയ അടിസ്ഥാന മെസ്സേജാണ്. സന്താനങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. MOH, ഹാദ്, IELTS, പഠന പുരോഗതി, വലിയ മാർക്ക് വാങ്ങി മെറിറ്റിലോട്ട് വരുന്നവർ. അപ്പോൾ സന്താനങ്ങളുടെ മേഖലയിൽ, അതുപോലെ തെറ്റായ പ്രണയത്തിൽ കുടുങ്ങി അകപ്പെട്ടു പോയവർ, അങ്ങനെ സന്താന മേഖലയിലെല്ലാം വലിയ വിടുതൽ നമുക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം സന്താനങ്ങൾ പോലും ഉണ്ടാകുന്നത്. കാര്യം 22 കൊല്ലം ഒക്കെ മക്കളില്ലാതെ ഉടമ്പടി ചെയ്യുമ്പോൾ മക്കൾ കിട്ടണത് 11 കൊല്ലം, 16 കൊല്ലം, അങ്ങനെ ഓരോ റേഞ്ചിൽ. അപ്പോൾ ഈ സന്താനങ്ങൾക്കുള്ള അടിസ്ഥാന വാഗ്ദാനമാണ്, ഉടമ്പടി വാഗ്ദാനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സന്താനങ്ങളെ കിട്ടണതും. ഒരു മാർഗമില്ലെങ്കിലും സന്താനങ്ങളെ ദൈവം തരും. അപ്പോൾ സന്താനങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം, അതാണ് ഇത്രയും ചെറുപ്പക്കാർ പറഞ്ഞതും ഒത്തിരി പേരൊക്കെ ഇപ്പോൾ അവർക്ക് സാക്ഷ്യം പറയാൻ കഴിയണതും ഒക്കെ അതാണ്. സന്താനങ്ങളുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനപ്രദം, ഉടമ്പടിയുടെ പരിധി വരുന്ന വാഗ്ദാനത്തിൻ്റെ സബ്ജക്റ്റാണ് സന്താനങ്ങളും. സന്താനങ്ങളിലൂടെ മറ്റുള്ള സന്താനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ അത് മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്തവരെ, മക്കൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്തവരുണ്ട്, മക്കൾ തന്നെ ഉടമ്പടി ചെയ്തവരുണ്ട്. അതെല്ലാം ഇപ്പോൾ ഓർക്കണം. ഉടമ്പടി ചെയ്യാനിരിക്കുന്നവരുണ്ട്, അത് അവർ ഓർക്കണം. പഠനമായാലും ജോലിയായാലും വിസയായാലും സ്റ്റഡി വിസയായാലും പൈസ കൊടുത്തിട്ട് കളിപ്പിക്കപ്പെട്ട ആൾക്കാരായതുണ്ട്. അറിയാതെ പൈസ കൊടുത്തിട്ട് കളിപ്പിക്കപ്പെട്ടിട്ട് പൈസ കിട്ടാതിരിക്കുന്നവരില്ലേ, അവരൊക്കെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ ദിവസനിധിയിൽ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കണം. ഇപ്പോൾ 36 വയസ്സുള്ള കല്യാണങ്ങൾ നടക്കുന്നു, 32 വയസ്സ് 34 വയസ്സുള്ളവരുടെ കല്യാണമൊക്കെ നടക്കുന്നത്. അതെല്ലാം ഉടമ്പടി പ്രകാരമുള്ള സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷ്യങ്ങളാണ്. സാറ ചിരിച്ചതും ഈ പ്രായക്കൂടുതൽ കൊണ്ടാണ് ചിരിച്ചത്. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഉടമ്പടിയുടെ ഭാഗമാണ്. നിനക്കെത്ര പ്രായമായാലും ദൈവം തീരുമാനിച്ചാൽ അത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ പ്രായക്കൂടുതൽ കൊണ്ട് സാറ ചിരിച്ചു. നിൻ്റെ പ്രായക്കൂടുതൽ 36 40 വയസ്സാണെന്ന് ചിരിക്കൊന്നും വേണ്ട. നിനക്ക് ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൗനമായി നിനക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വെറുതെയോടെ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കാനായി വിളിച്ച ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയായ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വെറുതെയോടെ ഞങ്ങളെ പറഞ്ഞിരിക്കില്ല എന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ദൈവമേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്തുവെന്നും അങ്ങേക്കാരാധന. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ സാധിച്ചതിൽ ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ സജി, ഇതെൻ്റെ ഹസ്ബൻഡ് സജി വർഗീസ്, അമ്മ ആനി വർഗീസ്, മക്കൾ ജുവൽ സജി, ജന്ന സജി. എനിക്കൊരു മകൻ കൂടി ഉണ്ട്, ജെറിക് സജി. അവന് വരാൻ പറ്റിയില്ല. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം OET പാസ്സാവാൻ വേണ്ടിയായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. എന്താണ് ഉടമ്പടി, കൃപാസനം എന്തെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ OET പഠിക്കുമ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് ഉടമ്പടി എടുക്കുന്ന എല്ലാവരും OET പാസ്സാവുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് രണ്ടുപേരെ വിളിച്ചു ചോദിച്ചു, എന്താ ഉടമ്പടി എന്നൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഉടമ്പടി എടുക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ ഞാൻ അയർലൻഡിൽ HC ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാനോ കുമ്പസാരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചില്ല. ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ വരുന്നതിന് 2-3 ദിവസം മുമ്പേ എൻ്റെ മനസ്സിലിങ്ങനെ പറയുക, നീ ഉടമ്പടി എടുക്ക്, നിനക്ക് പറ്റുന്നത് പോലെ ചെയ്താൽ മതി എന്ന് അങ്ങനെ മനസ്സിൽ തോന്നുക. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, വീട്ടിൽ സമ്മതിച്ചു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ വെച്ച 4 കാര്യങ്ങൾ, ആദ്യത്തെ 2 കാര്യം ഉടനടി സാധിച്ചു. ഒന്നാമത്തത് എൻ്റെ ഇളയ മകൾ ജന്ന സജി, അവൾക്കാണെങ്കിൽ 2022 എപ്പോഴും തുടക്കത്തിൽ ജലദോഷം, ചുമ, പനി അങ്ങനെയായിട്ട് പോവായിരുന്നു. സാധാരണ പനി പോലെ പോവായിരുന്നു. അത് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു ഡോക്ടർ ആൻറ്റിബയോട്ടിക് കൊടുക്കും. അത് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ മാറും. പിന്നെ 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും തുടങ്ങും. ജലദോഷം, ചുമ, പനിയായിട്ട് മാറും. അങ്ങനെ മാസങ്ങളോളം പോയി. ഡോക്ടർ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു, എല്ലാം നെഗറ്റീവാണ്. എന്നിട്ട് ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ രാജഗിരിക്ക് റെഫർ ചെയ്തു. രാജഗിരിക്ക് ചെന്ന് ഡോക്ടർ ഇതുപോലെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു, എല്ലാം നെഗറ്റീവാണ്. പക്ഷേ പനി മാറുന്നില്ല, ജലദോഷം, പനി, ചുമയൊന്നും മാറുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി 2023 ഉടമ്പടി എടുത്ത ശേഷം ഇവൾക്ക് പിന്നെ അങ്ങനെ വന്നിട്ടേ ഇല്ല. രാജഗിരിക്ക് പോകേണ്ടി വന്നിട്ടില്ല. രാജഗിരിയിൽ ഹസ്ബൻഡ് കൊച്ചിനെ കാണിക്കാൻ ചെന്ന് കാണിച്ചു വരുമ്പോൾ അടുത്ത അപ്പോയിൻമെൻറ്റ് കൂടി എടുത്തിട്ടാണ് വരാറ്. കാരണം ഉടനടി 1 മാസം 3 ആഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത ജലദോഷം, പനി, ചുമയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഉടമ്പടിക്ക് ശേഷം പിന്നെ അവൾക്ക് രാജഗിരിക്ക് പോകേണ്ടി വന്നിട്ടില്ല. സാധാരണ പിള്ളേർക്ക് വരുന്ന പോലെ ജലദോഷം, ചുമയേ വന്നിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ അലർജിക് ചുമയുള്ളതാണ്. ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക് വേണം. ആൻറ്റിബയോട്ടിക് എടുത്താലും ഒരാഴ്ച മേലെ കൂടുതൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഉറങ്ങാൻ പറ്റത്തില്ല, കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കസേരയിൽ ഇരുന്നാണ് ഉറങ്ങിയത്. പക്ഷെ ഞാൻ ഉടമ്പടിക്ക് ശേഷം ഇന്നേ വരെ അങ്ങനെ ചുമയോ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഹോസ്പിറ്റലിൽ പോകേണ്ടതാണെന്ന് ഒരു കാര്യവും വന്നിട്ടില്ല. പിന്നെ ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് OET പാസ്സാകാൻ വേണ്ടിയായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ 4 പ്രാവശ്യം OET ചെയ്തായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്കൊരു സ്കോറും നല്ല സ്കോർ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഇതൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അങ്ങനെ OET പഠനം നിർത്തിയായിരുന്നു. അപ്പോഴാണ് എനിക്ക് HC ആയിട്ട് അയർലൻഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ പോയത്. അവിടെ ചെന്ന് വീണ്ടും ഞാൻ OET പഠിച്ചപ്പോൾ ഉടമ്പടിക്ക് ശേഷം 1 പ്രാവശ്യം എഴുതി, 2 പ്രാവശ്യം എഴുതി, 3 പ്രാവശ്യം എഴുതി, 4 പ്രാവശ്യം എഴുതി. ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ഉടമ്പടി വസ്തുക്കളും എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ പോകുന്നത്. പക്ഷേ പഴയതുപോലെയല്ല, നല്ലൊരു പ്രസൻസ് ഫീൽ ചെയ്യായിരുന്നു. ഞാൻ ജയിക്കും, അമ്മ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഓരോ എക്സാം കഴിയുമ്പോൾ ഞാൻ ജയിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ 4 എക്സാം കഴിഞ്ഞപ്പോഴും എനിക്ക് ജയിച്ചു. പക്ഷേ 2 മാർക്കിന് 3 മാർക്കിന് കുറവുണ്ടായിരുന്നു. എന്നാലും എൻ്റെ പ്രതീക്ഷ വിട്ടില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും മാതാവ് കൈവിട്ടിട്ടില്ലല്ലോ, എന്നോട് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ 4 പ്രാവശ്യം എഴുതി കഴിഞ്ഞ് 5-ാം പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇതുവരെ എനിക്ക് OET കിട്ടിയിട്ടില്ല, ഞാൻ എന്താണ് എൻ്റെ പ്രശ്നം, എന്താണ് എൻ്റെ കുറവുകൾ എന്ന് വിചാരിച്ചു. അതിക്ക് മുമ്പ് ഞാൻ ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്ക്
ഞാൻ ഒരു പ്രാവശ്യം വീണു, പിന്നെയും അടുപ്പിച്ച് 2ാം വട്ടം വീണു. 2ാം വട്ടം വീണപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ കൊച്ചു പിള്ളേർ വീഴുന്ന പോലെ ഞാൻ വീഴുന്നത്. പിന്നെ 3ാം പ്രാവശ്യവും ഞാൻ ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ കാല് മരവിച്ചിരിക്കുക, ഞാനത് അറിഞ്ഞില്ല. ഞാൻ നല്ല വീഴ്ച വീണത്, എൻ്റെ ഇടതുവശം ഇടിച്ചാണ് ഞാൻ വീണത്. അതൊരു 3 ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ എന്നും ഓഫ് കിട്ടുമ്പോൾ ഞാനിരുന്ന് ജപമാല ചെല്ലും, അച്ഛൻ്റെ ധ്യാനം കേൾക്കും, സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അന്നേരം ഞാൻ മാതാവിനോട് ചോദിക്കും, മാതാവ് എനിക്ക് എന്താ ഒയിറ്റ് കിട്ടാത്ത, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, എനിക്കെന്താ കിട്ടാത്തതെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുക, നീ നിൻ്റെ ഉടമ്പടി നിബന്ധനകൾ എടുത്ത് നോക്കുന്ന അങ്ങനെ മനസ്സിൽ തോന്നുക. അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ 2 നിബന്ധനകൾ ഞാൻ പാലിക്കുന്നില്ലായിരുന്നു. അതായത് നമ്മൾ മറ്റുള്ളവരായിട്ട് കൂടുമ്പോൾ കുറ്റങ്ങൾ പറയുക, പിന്നെ ക്ഷമിക്കാൻ പറ്റായിക, അതൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവിലോട്ട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഒയിറ്റ് കിട്ടാത്തതും എന്നെ ഇത്രയും നാൾ നീട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, ഈശോയിലോട്ട് മുകളിൽ അടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒയിറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് ഇതുപോലെ കൊണ്ടുപോയാൽ മതി, തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോയാൽ മതി. അമ്മ മാതാവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, എല്ലാം അമ്മ മാതാവിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ഡേറ്റ് എടുത്തായിരുന്നു, 5ാം വട്ടം ഇതാണ് ഡേറ്റ് എടുത്തായിരുന്നു. എന്നാലും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഫാമിലി എല്ലാം നാട്ടിലാണ്, അവരെ കൊണ്ടുപോകണം, ഒയിറ്റ് പാസ്സായാലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, എന്താ ചെയ്യുക, ഇതൊരു 5ാം തവണ എഴുതാൻ പോയി കിട്ടിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ സങ്കടമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ എല്ലാം അമ്മ മാതാവിനെ വിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 5ാം വട്ടം ഞാൻ ഒയിറ്റ് എഴുതി റിസൾട്ട് വരുന്നതിന് 2-3 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കണ്ടു, നിനക്ക് സെയിം സ്കോർ തന്നെ, നീ ജയിച്ചിട്ടില്ല, സെയിം സ്കോർ തന്നെ, പക്ഷേ നീ വേഗം അടുത്ത ഡേറ്റ് എടുക്കുക, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിക്ക് മുമ്പ് ഞാൻ ഈ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം സാധാരണ സ്വപ്നം പോലെ ഞാൻ കരുതിയത്. അപ്പം ഞാനിതൊരു സാധാരണ സ്വപ്നം പോലെ ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ജയിക്കും, കാരണം എനിക്കതുപോലെ ഈസി ആയിട്ട് തോന്നിയായിരുന്നു. പിന്നെ അമ്മ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ ജയിക്കും. പക്ഷേ ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല ജയിക്കുമെന്ന്. ഇപ്പം റിസൾട്ട് വന്ന് ഇപ്പം എനിക്ക് സെയിം സ്കോർ, സ്വപ്നത്തിൽ കണ്ട മാതിരി സെയിം സ്കോറ് ഞാൻ ജയിച്ചില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ആരോടും പറഞ്ഞില്ല, ഹസ്ബൻഡിനോട് മാത്രമേ പറഞ്ഞോളൂ ഞാൻ ജയിച്ചില്ല എന്ന്. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് ചോദിച്ചു, എടി ഒയിറ്റിയുടെ റിസൾട്ട് വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് കിട്ടിയില്ല, സെയിം സ്കോർ തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടി സാരമില്ല, എടി ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, നിനക്ക് കിട്ടില്ല ഒയിറ്റ്, നിനക്ക് അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി സെയിം സ്വപ്നമാണ് ഞാനും കണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കപ്പോൾ ഒരു സന്തോഷമായി. അപ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലായി അമ്മ മാതാവ് അടുത്ത എക്സാമിന് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഡേറ്റ് കിട്ടാൻ ലേറ്റായിപ്പോയി. ഞാൻ കഴിഞ്ഞ ജൂണിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. ഡേറ്റ് ഞാൻ എക്സാം എഴുതി, എനിക്ക് മാതാവ് അയർലൻഡ് സ്കോർ ഒന്ന് അനുഗ്രഹിച്ചു. പിന്നെ അവിടുന്ന് എനിക്ക് ഭയങ്കര അനുഗ്രഹങ്ങളായിരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടിയിലുള്ള നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോയി, പ്രാർത്ഥനകൾ മുടക്കാറില്ല. എനിക്ക് ഓഫ് കിട്ടുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോകും, കുമ്പസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കും. സാക്ഷ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം പോയി ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി അവിടെ അയർലൻഡിൽ. പിന്നെ നേഴ്സസ് രജിസ്ട്രേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡേറ്റ് എടുക്കണം, ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഡേറ്റ് എടുക്കണം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, ജനുവരി ജൂൺ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടപ്പം മുതൽ ഞാൻ എൻ്റെ പഴയ സ്വപ്നങ്ങൾ ഞാൻ ഓർക്കുമായിരുന്നു. കുറേ സ്വപ്നങ്ങൾ ഞാൻ ഇതുപോലെ കണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം ഓർത്തു, അതെല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കി എടുത്തില്ല. അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം ജനുവരി ജൂൺ എന്താണ് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ ബുക്കിൽ എഴുതിയിടുമായിരുന്നു. അതുപോലെ ഞാൻ ജനുവരി ജൂൺ എഴുതിയിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ജനുവരിക്ക് മുമ്പ് ഡേറ്റ് എടുത്ത് എക്സാം എഴുതി എനിക്ക് ജനുവരി ആകുമ്പോഴേക്കും ഫാമിലി കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ കുറേ എൻ്റെ മനസ്സിൽ കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ജനുവരിയിലായിരുന്നു എൻ്റെ എക്സാമിന് തൊട്ട് മുമ്പ് എനിക്ക് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. പഠിക്കാനുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടം വന്നു. സാധാരണ അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം, പഠിക്കാൻ പറ്റുക അങ്ങനെയൊക്കെയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം പ്രാർത്ഥിച്ചു, മനസ്താപരണം ചെല്ലുമായിരുന്നു. അങ്ങനെ കുറച്ച് ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് തന്നെ ഒരു ശാന്തത കിട്ടി. എനിക്ക് മാതാവ് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തി തന്നു. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പോയി. അപ്പോൾ ഈ അപ്പോൾ എൻ്റെ വിഷമങ്ങളൊന്നും അങ്ങനെ സങ്കടങ്ങളൊന്നും ഞാൻ വീട്ടിൽ ആരോടും പറയാറൊന്നുമില്ലായിരുന്നു. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഒന്നും ആരോടും പറയാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ
പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ജിഷ നിനക്ക് ഞാനൊരു സ്വപ്നം കണ്ടു, നീ എൻ്റെ അടുത്ത് വന്ന് പറയണു നിനക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു, നീ തോക്കും എന്നൊക്കെ നീ വന്ന് സങ്കടം പറയാം, പക്ഷെ നീ ജയിച്ചു എന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മച്ചിക്ക് 3 മണി സമയത്ത് മുല്ലപ്പൂവിൻ്റെ ഭയങ്കര മണം ഉണ്ടായി. അപ്പോൾ അമ്മച്ചി എണീറ്റപ്പോൾ അമ്മച്ചിക്ക് ഇങ്ങനെ അമ്മച്ചിയോട് പറയുകയാണ്, നീ പ്രാർത്ഥിച്ച കാര്യം സാധിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മച്ചി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് എൻ്റെ എക്സാമിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അമ്മച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി ഈ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമെന്ന്. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. എക്സാം തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 സ്റ്റേഷൻ ഭയങ്കര പാടായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മമാതാവോട് പറഞ്ഞു, അമ്മമാതാവ് എനിക്ക് ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മമാതാവോട് ഷെയർ ചെയ്യും. കിടക്കുന്നതിന് മുമ്പ് എൻ്റെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം ഞാൻ അമ്മമാരോട് പറഞ്ഞിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അമ്മമാരോട് പറഞ്ഞു, അമ്മമാതാവ് എനിക്ക് ഭയങ്കര പാടായിരുന്നു, പക്ഷേ ജയിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ 2 അമ്മമാർ വഴി അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജയിക്കുന്നു, പക്ഷേ എനിക്ക് ഇന്നേ വരെ ഒരു അടയാളോ വചനോ ഒന്നും കിട്ടിയിട്ടില്ല. അമ്മമാതാവ് എനിക്കൊരു വചനം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ബൈബിൾ എടുത്തെങ്കിലും എനിക്ക് വചനമൊന്നും കിട്ടിയില്ല. ഞാൻ കിടന്നുറങ്ങി. അന്ന് സ്വപ്നം കണ്ടു, എൻ്റെ അടുത്തേക്ക് എന്നെ പഠിപ്പിച്ച 2 ട്യൂട്ടർമാർ വന്നിട്ട് എനിക്കൊരു ബോക്സ് തരുന്നതാണ്, മിഠായി ബോക്സ് തരുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നേരം വെളുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജയിച്ചു എന്ന്. അങ്ങനെ ഞാൻ അന്ന് ഓഫായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി കുർബാന കണ്ടതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വചനം കിട്ടി. ഇങ്ങനെയായിരുന്നു, സർശക്തനായ ദൈവം നിന്നോട് വലിയ കരുണ കാണിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ കുർബാന കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ ഞാൻ ബുക്കിൽ എഴുതിയിട്ടു. ദൈവം എനിക്ക് തന്നെ കിട്ടിയ വചനം, ആദ്യമായിട്ട് കിട്ടിയ വചനം ഞാൻ എഴുതിയിട്ടു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. എനിക്ക് എൻ്റെ പരീക്ഷയെല്ലാം പാസ്സായി, ഞാൻ റിസൾട്ട് വന്നു, ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ജോലിയാണ്. ജോലിക്ക് വേണ്ടി ഞാൻ മനസ്സിൽ കണ്ട സ്വപ്നം ജൂണാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിക്ക് മുമ്പ് ജോലി കിട്ടും, ജൂണാകുമ്പോഴേക്കും ഫാമിലി കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലെ ചേച്ചിയും ഞാനും സെയിം പോലെയായിരുന്നു. OET കാര്യങ്ങളും ജോലി സെർച്ചിങ്ങൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ ചേച്ചിക്ക് വേറെ ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവ് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്ന്. അപ്പം മാതാവ് എനിക്ക് വേറെ അടുത്തൊരു സ്വപ്നത്തിൽ കാണിച്ചു തന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നഴ്സിംഗ് ഹോമിലെ യൂണിഫോമിൻ്റെ കളറ് ബ്ലൂ കളറാണ് കാണിച്ചു തന്നത്. പക്ഷേ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂണിഫോമിൻ്റെ കളറായിരുന്നു ഒരു ഡാർക്ക് ബ്ലൂ കളറ്. പക്ഷേ അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു മെയിലായപ്പോഴാണ് ഞാൻ ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടെ എനിക്ക് ജോബ് സെലക്ഷൻ കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്ത യൂണിഫോമിൻ്റെ സെയിം കളറാണ് അമ്മ മാതാവ് എന്നെ കാണിച്ചു തന്നേന്. അതുപോലെ എനിക്ക് ഒത്തിരി അടയാളങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാറുണ്ട്. സ്വപ്നങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെയും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഞാൻ ജൂണിലാണ് ജോയിൻ ചെയ്തത്. ഇനി അടുത്ത വെക്കേഷനാണ് ഫാമിലി കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് കിട്ടുന്ന കൃപാസന പേപ്പർ ഞാൻ എല്ലായിടത്തും കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡിൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിൽ. പിന്നെ ഞാൻ ആദ്യം എനിക്ക് മടിയായിരുന്നു, ഞാൻ കവറുകളിൽ കിട്ടിയിട്ടാണ് കൊണ്ടുപോയിരുന്നത് മോശം കടയായിട്ട്. അപ്പം പിന്നീട് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കൂടെ വന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നീട് അത് മനസ്സിലായത് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എല്ലാവർക്കും ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പത്രങ്ങളെ എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. അനുദിന പ്രാർത്ഥന ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കേൾക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കാറുണ്ട്, ഓർഫനേജ് സന്ദർശിക്കാറുണ്ട്. പിന്നെ പൈസയ്ക്ക് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ട്, അങ്ങനെ സഹായിക്കാറുണ്ട്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി ബിനു. ഞാൻ എറണാകുളം ജില്ലയിൽ വണ്ടിപ്പേട്ടയിൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 24/1/2024 ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് ഞാൻ ആദ്യം സാക്ഷ്യം പറയണത്. എനിക്ക് 8 വർഷമായിട്ട് ശ്വാസമുട്ടൽ കാരണം അതിയായി ദുഃഖത്തിലായിരുന്നു. ഇൻഹീലർ ഉപയോഗിച്ചാൽ പോലും എനിക്ക് ശ്വാസമുട്ടൽ മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്ത് ഒന്ന് പുതുക്കിയതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളായ
തേനും ഉപ്പും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ രോഗം വന്നിട്ടില്ല. അതുപോലെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗമായ ജോലിയില്ലാതെ 7 വർഷത്തോളം വിഷമിച്ചിരിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ അമ്മായിമ്മ കിടപ്പിലായതുകൊണ്ട് എനിക്ക് ദൂര സ്ഥലത്തൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് അടുത്തൊരു ജോലി ലഭിക്കണമെന്ന് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് വീടിനടുത്ത് തന്നെ ഒരു ജോലി ലഭിച്ചു. അമ്മയ്ക്ക് നന്ദി. മൂന്നാമത് ഞങ്ങൾക്ക് ആകെയുള്ള ഒരു വരുമാന മാർഗമായ വണ്ടിക്ക് ഓട്ടം കുറവായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓട്ടം തന്നു മാതാവ് അനുഗ്രഹിച്ചു. എനിക്ക് ഒരു 8 മാസം മുമ്പ് വയറ്റിലിരുന്ന അതിയായ വേദനയും എന്ത് കഴിച്ചാലും വയറ്റിൽ പിടിക്കാത്തൊരവസ്ഥയും ആകെ അസ്വസ്ഥതയായിരുന്നു. ഞാൻ അമ്മയോട് ഉടമ്പടി ധ്യാനത്തിലും ഡെയിലി ബ്രെഡിലൊക്കെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്കതിൽ നിന്ന് രോഗസൗഖ്യം ലഭിച്ചു. അതുപോലെ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പോകുമ്പോൾ ഇവിടെ വന്നത് ഞാൻ ആകെ വിഷമിച്ച് ഒരു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട പോലെയായിരുന്നു ഞാൻ വന്നത്. ഞാൻ ഇവിടെ നിന്ന് പോയി ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ഒരു വചനം തന്നു. യെശയ്യാ 43:2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നീ സമുദ്രത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിൻ്റെ മീതെ കവിയുകയില്ല, തീയിൽ കൂടി നടന്നാലും വെന്തു പോകുകയില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആത്മീയ ശക്തി ലഭിച്ചു. എന്തൊക്കെ വന്നാലും എൻ്റെ യേശു അപ്പം എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്ക് ലഭിച്ചു. അതുപോലെ ഞാൻ വിഷമിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ജോസഫ് അച്ഛൻ എൻ്റെ കാര്യങ്ങൾ വെച്ചാണ് മിക്ക ദിവസങ്ങളിലും അന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പറയുന്നത്. അതുപോലെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ നിയോഗങ്ങൾ അച്ഛനെടുത്ത് പറയുമ്പോൾ ഞാൻ അമ്മ മാതാവ് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണതാണെന്ന് പൂർണ്ണമായി എനിക്ക് ബോധ്യം വന്നു. അതുപോലെ അഖണ്ഡ ജപമാലയിൽ എനിക്കധികം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ കാല് മരയിപ്പും വേദനയും നെഞ്ചിനും ഭയങ്കര വിഷമം ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഉടമ്പടി റാലിയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഈ വർഷം ഉടമ്പടി റാലിയിൽ എൻ്റെ കൂടെ വന്നവരിൽ നിന്ന് എല്ലാവരെക്കാളും മുമ്പിൽ എന്നെ മാതാവ് ഉടമ്പടി റാലി പൂർത്തീകരിച്ച് ഏറ്റവും ഒന്നാമതായി ആ അർത്തിങ്കൽ പള്ളിയിൽ എത്തിച്ചു. അമ്മയ്ക്ക് നന്ദി. അതുപോലെ ഞാൻ ആത്മീയമായി നേരത്തെയൊക്കെ പള്ളിയിൽ പോയെങ്കിലും ഒരു ചടങ്ങിന് പോക്കായിരുന്നു. ഞായറാഴ്ചകളിൽ പള്ളി പകുതി ആവുമ്പോഴൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഏറ്റവും ആദ്യം പള്ളിയിൽ പോകണം. എനിക്ക് തലേ ദിവസം തൊട്ട് ഞാൻ ഒരുങ്ങി. ഞങ്ങൾക്ക് ഓർത്തഡോക്സ് സഭയായ കാരണം എല്ലാ ദിവസവും കുർബാനയില്ല. അപ്പോൾ ഉള്ള ദിവസം എനിക്ക് ധൃതി ഭയങ്കര ആവേശമാണ് കുർബാനയ്ക്ക് പോകാനും. അതുപോലെ പണ്ട് കുർബാന കൈക്കൊള്ളൽ ആണ്ടിലാണ്, ഒരു വർഷം അങ്ങനെയാണ് കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടിക്ക് ശേഷം കുർബാനയിൽ പങ്കെടുക്കുകയും കുർബാന കൈക്കൊള്ളുവാനുമുള്ള കൃപ തന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രങ്ങൾ വാങ്ങി അക്രൈസ്തവരായവർക്കും വഴിയിലുള്ളവർക്കും എൻ്റെ അമ്മമാതാവിൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് നിങ്ങളും ഇത് വായിച്ച് അനുഭവിച്ചറിയണം. എനിക്ക് കിട്ടിയ കാര്യങ്ങളും അതുപോലെ എല്ലാം പറഞ്ഞ് അവർക്ക് പത്രങ്ങൾ കൊടുക്കും. മടിച്ചവരാണേലും പിന്നെ വാങ്ങിക്കും. അവർക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒത്തിരി പേരെ കൊണ്ടുവരാനായിട്ടും എനിക്ക് സാധിച്ചു. അതുപോലെ ഞാൻ വിഷമിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവ് തിരിയിൽ ഒരേ അടയാളമായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പം എനിക്കൊരു ഭയങ്കര ആശ്വാസമാണ്. അമ്മ എൻ്റെ പ്രാർത്ഥനയെ സങ്കടം എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ആരും കേൾക്കുന്നില്ലേലും അമ്മ യേശു അപ്പോട് പറഞ്ഞ് എൻ്റെ നിയോഗങ്ങളെ സാധിപ്പിച്ചു തരുന്നു.
കാരുണ്യപ്രവൃത്തി. ഞാൻ വൃദ്ധസദനങ്ങളിൽ ഇടയ്ക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സായാലും വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറുകൾ കൊടുക്കാനും എനിക്ക് സാധിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവർ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനും ഉള്ള കൃപ അമ്മ മാതാവ് തന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനത്തിലൂടെയും ഈ ആലയത്തിലൂടെയും ഒത്തിരി വിഷമിച്ച് എല്ലാ ഇതും അസ്തമിച്ച് വരുന്നവർക്ക് അഭയമായി ഈ ആലയത്തെ മാറ്റിയതിന് ജോസഫ് അച്ഛനും എല്ലാ പ്രേക്ഷിതർക്കും നന്ദി പറയുന്നു. ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തന്ന അമ്മ മാതാവിനും യേശുവപ്പയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ നിർത്തുന്നു.